ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ കൊത്തു പൊറോട്ട എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൊത്തു പൊറോട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുക്കാം. ഇങ്ങനെ കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിൽ ആണ് നമുക്ക് നന്നായി കൊത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം സൈസിലെ തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും പിന്നെ കുറച്ച് പീസ് ബീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെജ് ഗ്രേവി ഉണ്ടെങ്കിൽ ഏതെങ്കിലും മസാല ഗ്രേവി ഉണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയും കൂടി വരുമ്പോഴാണ് ശരിക്കും കൊത്തു പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ചിക്കനാണ് ഇടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസ് കുറച്ചിടാം. അപ്പോൾ ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബീഫ് കറിയുടെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പൊറോട്ട ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയെല്ലാം നന്നായി ഇതിൽ മിക്സായി വരണം. അതുവരയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിക് നല്ല മൂർച്ചയുള്ള ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ എല്ലാം അതും നന്നായി മിക്സായി കിട്ടും. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഇതാ കൊത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് നല്ല നൈസായിട്ട് കൊത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയും കൊത്തിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.